ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. താത്തൊന്നും പുറത്തിറങ്ങിയിട്ടില്ല, എല്ലാവരും ഉറങ്ങി എണീക്കണുള്ളൂ. വേറെ എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഒരു വ്ളോഗ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പമായിട്ട് ഒന്ന് പുറത്ത് പോയി. അതിലൊരു ചെറിയൊരു വ്ളോഗുണ്ട്. അപ്പോൾ അതിന് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും അതൊന്ന് കണ്ടിട്ട് ഞാൻ അപ്പോഴത്തേന് കോഫി ഒന്ന് കുടിച്ച് തീർക്കട്ടെ. സമയത്ത് ഇങ്ങനെ വെയിലത്ത് വണ്ടി ഓടിച്ച് വന്നിട്ട് ഫ്രണ്ടിന് ചെറുതായിട്ടൊരു തലവേദന ഉണ്ട്, ഈ വണ്ടി എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ വണ്ടൂർ ടൗൺ സ്ക്വയർ വരെ പോവാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ സ്ഥിരം കൂടൽ. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് പിന്നെ എവിടേക്കെങ്കിലൊക്കെ പോയാലേ ഉള്ളൂ. എൻ്റെ അടുത്തൊരു ചാനലുണ്ട്. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളെ ഗ്യാങ്ങിൽ. ഓലൊക്കെ ഓണത്തിന് ഒരു പരിപാടി സെറ്റാക്കി ഓല് കൂടി. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കണ്ടോ, ഈ വരുന്ന ആളെ കാണാനാണ് ഞങ്ങൾ രണ്ടാളും ഈ വെയിലത്ത് വന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷം കാണുന്നുണ്ടേ. ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞാലും തീരാത്തത്ര പറയാനുണ്ടാവും കേട്ടോ. അത്രയും എന്താ പറയുക, പോവാൻ തോന്നൂല. നമ്മളെ സ്കൂൾ ടൈമൊക്കെ ഇങ്ങനെ ഓർത്ത് പോകും. ഇങ്ങനെ നമ്മളെ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. ഒരുപാട് നേരം സംസാരിച്ചല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ചായവാലേ വന്നിരുന്നു. അവിടെ പോയാൽ പിന്നെ 2 ഫോട്ടോ ഒക്കെ മസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ എടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അതിനൊക്കെ ശേഷമാണ് എന്ത് ഓർഡർ ചെയ്യണം, എന്ത് കഴിക്കണം എന്നുള്ള ചിന്ത വരുന്നത്. പിന്നെ ഞങ്ങൾ പോയി എല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് ചായ വന്നു. കണ്ടാൽ പറയില്ലെങ്കിലും ഇതൊരു എസ്തറ്റിക് ഷോട്ട് ആയിരുന്നു കേട്ടോ. സ്കൂളിൽ ഞങ്ങൾ എങ്ങനെയായിരുന്നു അതേ സെയിം വൈബാണ് കേട്ടോ. ഇപ്പോൾ 5 വർഷമായി ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞങ്ങൾ തീരെ കാണാതായിട്ട്. ഞങ്ങൾ ഇത്രയും വർഷത്തിലൊക്കെ ചിലപ്പോൾ കാണലുള്ളൂ, എന്നാലും ആ സെയിം വൈബ് എപ്പോൾ കണ്ടാലും ഉണ്ടാവും കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി. ഗിഫ്റ്റൊക്കെ വാങ്ങി വന്നപ്പോൾ കുറേ ടൈമായി. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് പോയി. ഞാൻ സേറൊക്കെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളും പോയി.